ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ്. അപ്പോൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് ചക്കപ്പഴം വെച്ചും പഴുത്ത പഴം വെച്ചും കുമ്പിളപ്പം ഉണ്ടാക്കാം. ഞാൻ ഇന്നിവിടെ പഴുത്ത പഴം വെച്ചിട്ടാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. പഴുത്ത പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ശർക്കര ചീവി വെച്ചിട്ടുണ്ട്. നമുക്കിനി ശർക്കര പാനിയാക്കണം. ശർക്കര പാനിയാക്കി ഒരു നൂല് പരുവത്തിലാവണം. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ശർക്കര പാനിയാക്കുന്നത്. അത് ഒരു നൂറ് പരുവമായതിന് ശേഷം പഴം അരിഞ്ഞ് വെച്ചത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അടിച്ച് അതും ചേർത്ത് കൊടുത്ത് പഴം വരട്ടിയതാക്കുന്നുണ്ട്. ഇച്ചിരി നെയ്യോ എണ്ണയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ പഴം വരട്ടിയതാക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഏതാണോ പാത്രം എടുക്കുന്നത് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ശേഷം നമ്മൾ ജീരകവും ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് ആ പൊടി നമ്മൾ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ നിന്ന് കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോകുന്നത് റവപ്പൊടി കൊണ്ടാണ്. അപ്പം റവപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് വഴണയില തന്നെയാണ്. വഴണയില നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഓരോന്നോരോന്നായിട്ട് ഓരോ ഇലയിലും ഫില്ല് ചെയ്ത് കൊടുത്തു. മിച്ചം വന്ന ബാറ്റർ നമ്മൾ വട്ടയിലേക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവി കയറ്റുക എന്നുള്ളതാണ്. ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണോ പാത്രം എടുക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം ആവി കയറ്റണം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ അപ്പവും പെറുക്കി അതിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 30-45 മിനിറ്റോളം വേവണം. വെന്തോന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഈർക്കിൽ വെച്ച് കുത്തി നോക്കുമ്പം മാവ് ആ ഈർക്കിലിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ.